അപ്പം ഞാനങ്ങനെ പട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. ആൾമോസ്റ്റ് ഫുഡൊക്കെ കൊടുത്തു. അപ്പം അവിടെ കിടക്കുന്ന അതിനെ കൊടുത്ത്. അപ്പം അത് കഴിച്ചു. അപ്പം അത് ഉറങ്ങായിരുന്നു. കുഞ്ഞു വാവയൊക്കെ ഉണ്ട്. കുഞ്ഞു വാവയൊക്കെ ആയിട്ട് അങ്ങ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മൾ ഏകദേശം നമ്മൾ ട്രെയിൻ എത്താറായി. അനൗൺസ്മെൻ്റൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്, അമൃത എക്സ്പ്രസ്. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്താണ് പോകുന്നത്, റിസർവേഷൻ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമ്മളിരുന്ന് വണ്ടിയിലൊക്കെ ഇരുന്ന്. അപ്പം എനിക്ക് അറ്റത്തുള്ള സീറ്റാണ് കിട്ടിയത്. അറ്റത്തെന്ന് വെച്ചാൽ 2 പേര് ഇരിക്കുന്നു. അതിൽ ഒരു ബർത്തയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒന്നും നമുക്കൊരു വ്യൂ നല്ല കാണത്തില്ല. എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് വെച്ചാൽ അടിപൊളി തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഇത് എവിടെയെന്നൊക്കെ സ്ഥലം ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ലോങ് ആയിട്ടുള്ള ട്രിപ്പൊക്കെ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് കൊല്ലമാണെന്ന് തോന്നുന്നു. കൊല്ലം സ്റ്റേഷനാണെന്ന് തോന്നുന്നു എത്താറായത്. എനിക്കറിയത്തില്ല, രാത്രി ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് പാട്ടായിട്ട് എടുത്തോളൂ. എന്നുവെച്ചാൽ വെട്ടവും കുറവ് രാത്രിയല്ലേ. അപ്പം നമുക്ക് നല്ല വ്യൂകളൊന്നും കിട്ടത്തുമില്ല. നമ്മൾ രാത്രി തന്നെ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ രാത്രി ആകുമ്പോൾ നമുക്ക് വെളുപ്പാങ്കാലത്ത് അങ്ങെത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഒരുവിധമൊക്കെ ഉള്ളവരൊക്കെ കിടക്കാനൊക്കെ ഉള്ള ഇത് വെട്ടമൊക്കെ വീടിൻ്റെ വെളിയിലൊക്കെ വെട്ടമൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ട്രെയിൻ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു. എനിക്കൊന്ന് സ്റ്റേഷൻ എത്താറായെന്ന് തോന്നുന്നു. പാളയം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരിക്കും ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത്, എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ട്രെയിനിൻ്റെ ആ വ്യൂ എടുക്കണം. അപ്പം പകലായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കത് കിട്ടുമായിരുന്നു. അപ്പം അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ ഇത് കൊല്ലമാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കൊല്ലമാണോ പാലക്കാടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് കൊല്ലമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നു. ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് എൻ്റെ മോളെ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അവിടെ കിടന്നില്ല, ഏറ്റവും മണ്ടേ കയറി കിടന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. ഭയങ്കര തണുപ്പെന്ന് വെച്ചപ്പോൾ അട്ടാറ് തണുപ്പായിരുന്നു കേട്ടോ, ഫാനും കൂടിയൊക്കെ ആയപ്പം. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ താഴെ ഇറങ്ങി തൊപ്പിയൊക്കെ ഇട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നേരം വെളുത്തു അപ്പോഴത്തേക്കും. അപ്പോൾ കുറേശ്ശൊക്കെ ഒരു ചെറിയ വ്യൂ ഒക്കെ കാണാം. എന്നാലും വെളുപ്പാങ്കാലം ആയതുകൊണ്ട് അത്ര വലിയ വ്യൂ ഒന്നുമില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ നമുക്ക് വ്യൂ കാണാം. നമ്മൾ ഓൾമോസ്റ്റ് വെളുപ്പാങ്കാലമൊക്കെ ആയപ്പോൾ ഞാൻ നല്ല ഉറങ്ങിയൊക്കെ എണീച്ച് നല്ല ഇതൊക്കെ ആയി. അപ്പോൾ നല്ല വ്യൂ ഒക്കെ നല്ല കാണുന്നുണ്ട്. ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് മൊബൈൽ നമുക്ക് എടുക്കത്തില്ല. എന്ന് വെച്ചാൽ വണ്ടി സ്ലോയിലല്ല പോകുന്നത്. അപ്പോൾ കാറ്റാടി യന്ത്രമൊക്കെ അവിടെ കുറച്ചൊക്കെ കാണത്തുണ്ട്. അപ്പം അവിടെ